എല്ലാവരും ചോദിക്കുന്നത് തന്നെയാണ്, എനിക്കും ചോദിക്കാനുള്ളത് മസാല കോഫി. മസാല കോഫിയിൽ ഞാനൊരു ഭാഗമായി തീരുകയായിരുന്നു. ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് ഒരു സെഷൻ മ്യൂസിഷ്യനായിരുന്നു. 2014 ഇങ്ങനൊരു കുറച്ച് മ്യൂസിഷ്യൻസ് ചേർന്ന് ജാം ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഭാഗമായി തീരുകയും പിന്നെ ഗ്രാജുവലി അതൊരു മസാല കോഫിയായി മാറുകയും പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ലൈവ് ഷൂസും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരാളാണ് ഞാൻ. നന്നായി പോകുന്നു. പാട്ട് പുതിയത് കുറച്ച് പാട്ടുകൾ വരുന്നുണ്ട്. ഞങ്ങളുടെ ആൽബം ഓൾറെഡി റിലീസ്ഡാണ്, ഹിമയ എന്ന പേരിൽ. അതിനകത്ത് ഇനിയും പാട്ടുകൾ വരാനുണ്ട്, ഒരു 3-4 പാട്ടും കൂടി. ഓൾറെഡി 4-5 പാട്ട് ഔട്ടായിട്ടുണ്ട്. പിന്നെ ഒരു പ്രോജക്റ്റ് വൈസ് പറയുകയാണെങ്കിൽ മസാല കോഫി ഇനി ഒരു തമിഴ് ചിത്രം കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. സോ അതിങ്ങനെ പുറത്തിറങ്ങും. വി ആസ് എ ബാൻഡ് ആസ് കമ്പോസേഴ്സ്. മലയാളത്തിൽ ഇപ്പൊ എന്താ പ്രോജക്ട്സ് അപ്പൊ ചെയ്യണ സൂരജ്? ഫിലിം പ്രോജക്റ്റിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ഒരു സോളോ ആൽബം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാനിപ്പോൾ കുറച്ച് കാര്യമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രോജക്റ്റ്. 6 പാട്ടുകളുണ്ടാവും. ആൽബത്തിൻ്റെ പേര് ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല, ഉടനെ തന്നെ പുറത്തു വിടുന്നതായിരിക്കും. അത് ഞാൻ ഒരു ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു പ്രോജക്റ്റാണ്. എന്തായാലും ഈ വർഷം എൻ്റോടുകൂടി അത് പുറത്തിറങ്ങുമെന്നൊരു പ്രതീക്ഷ. സൂരജ് മാത്രമായിട്ട് ചെയ്യുന്ന? അതെ, എൻ്റെ ഒരു ആൽബം പോലെ കോമ്പോസിഷൻസും അങ്ങനെ. എവിടെയാ അപ്പൊ പഠിച്ചതെല്ലാം, സംഗീതം എല്ലാം അഭ്യസിച്ചതും? തുടങ്ങിയത് തരംഗനശ്രീ സ്കൂൾ ഓഫ് മ്യൂസിക്കിലാണ് ട്രിവാൻഡ്രത്ത്. പിന്നെ അതിനുശേഷം കൊല്ലം GS ബാലമുരളി, പാർവതിപുരം പത്മനാഭ അയ്യർ, ഡോക്ടർ K ഓമനക്കുട്ടി, അങ്ങനെ നിരവധി അധ്യാപകർക്ക് പഠിച്ചു. പിന്നെ ബേസിക്. പിന്നെ ഞാൻ എത്തിപ്പെടുന്നത് കുടമാളൂർ ജനാർദ്ദൻ സെൻ്ററിലാണ്. ജനാ സാറിൻ്റെ അടുത്ത് വന്ന ശേഷമാണ് ശരിക്കും പാട്ട് എന്താണെന്ന് മനസ്സിലായി തുടങ്ങിയത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ്, പക്ഷെ അതല്ലാണ്ട് വേറെ ഒരു പുതുമയോടുകൂടി പറയേണ്ട ഒന്നുമില്ല അതിനകത്ത്. ഇത് തന്നെയാണ് അന്നത്തെയും ഇന്നത്തെയും പുതുമ. അവിടെ ചെന്ന ശേഷമാണ് മ്യൂസിക് ശരിക്കും എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലായത്. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ ധൈര്യം മാത്രമേ ഉള്ളൂ. ഞാനൊന്നും പഠിച്ചൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് പഠിക്കാനൊന്നും അത്ര പറ്റിയിട്ടൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്രയും ടാലൻ്റ് ഒന്നും ഇല്ല. ഇല്ല, ശരിക്കും പറയാനാണ്. പക്ഷെ അങ്ങനെ ഒരു അത്രയും കാലം സാറിനോട് എന്താണ് പഠിക്കാൻ നടന്നതിൻ്റെ ഒരു ധൈര്യം മാത്രമേ ഉള്ളൂ. പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എപ്പോഴെങ്കിലുമൊക്കെ കുറച്ചുകൂടെയൊക്കെ പഠിച്ച്. ആദ്യമായിട്ട് എന്താ പഠിപ്പിച്ചത്? ഞാൻ സാറിൻ്റെ അടുത്ത് ജോൺ ജെയിംസ് സാറിനെ ആദ്യം പഠിപ്പിക്കണേതും ഓർമ്മയില്ല. ആന്തോളിക രാഗമായിരുന്നു സാറ് വായിച്ചോണ്ടിരുന്നത്. സാനിധമരി സനിധനി സരി സരിമപനി സാനിധമരി രാഗസുധാരസ അതിൻ്റെ രാഗം. ആന്തോളികയൊക്കെ ഞാനിങ്ങനെ ഇതെങ്ങനെ ഒരു ആലാപനം ചെയ്യുന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ സാറിങ്ങനെ ഫ്ലൂട്ട് എടുത്ത് വായിക്കാൻ തുടങ്ങി. കുറേ നേരം ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. അവസാനം ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ഒരാൾ വായിക്കുന്നത് കേട്ടിട്ട് നമ്മുടെ കണ്ണറിയാതെ നനയാന്ന് പറയുന്നത്. അത് ശരിക്കും അന്നാണ് ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കണ്ണ് നിറഞ്ഞുപോയി. ആ അന്തോളി ഇപ്പോഴും മനസ്സിലുണ്ട്. അത് മുഖത്തും കാണാണ്ട്. അത് പറയണ സമയത്ത് ഗുരുവിനോടുള്ള ബഹുമാനവും ഭക്തിയും എല്ലാം തീർച്ചയായിട്ടും അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇപ്പോഴും ഒരു മെയിൻ സ്ട്രീമിൽ നല്ല ഒരു രീതിയിൽ തന്നെ ഒരു കോർ മ്യൂസിക് വിടാണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലാസിക്കലിന്റെ അപ്രോച്ച് വിടാണ്ട് കൂടുതലും ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണോ? അങ്ങനെയല്ല, എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള, എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് വരുന്നൊരു സ്ട്രോങ് ഏരിയ അതായിരിക്കാം, ഒരുപക്ഷെ അതായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു ക്ലാസിക്കൽ ബേസ്ഡ് ആയിരിക്കണം എല്ലാ പാട്ടുകളും എന്നൊരു നിർബന്ധ ബുദ്ധി നല്ലതല്ല ആസ് എ കമ്പോസർ. എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്ന എല്ലാ സംഗീതവും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ പിന്നെ ഇപ്പം ഫിലിം മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫിലിമിനാണ് സ്കോർ ചെയ്യുന്നത് എന്നുള്ളൊരു സ്വാഭാവികമായ ബോധം ഒരു കമ്പോസറുടെ മനസ്സിലുണ്ടാവും. അവിടെ നമ്മുടെ നളിനകാന്തിയുടെയോ അല്ലെങ്കിൽ ശങ്കരാഭരണത്തിന്റെ നോളജ് കാണിക്കാനോ അല്ലെങ്കിൽ ഞാൻ മറ്റേ സ്കെയിലിൽ മേജർ സ്കെയിലിൽ ഇങ്ങനെ ഒരു അതിനല്ലല്ലോ, അങ്ങനെ ഒരു സൊനാറ്റ വായിക്കും, അതിനല്ല. അവിടെ ഫിലിം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് തമ്മിലൊരു റൈറ്റ് ബാലൻസ് വേണമെന്ന് എനിക്ക് തോന്നുന്നു.